ഇനി വിദേശ വാർത്തകൾ. ഇപ്പോൾ ധരംശാലയിൽ ദലൈലാമ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ അവസരത്തിൽ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ ധരംശാലയിൽ നമ്മുടെ വാർത്താ സംഘമുണ്ട്. അവരെ ഈ പ്രസംഗമൊക്കെ നേരിട്ട് ഇപ്പോൾ സംപ്രേഷണം ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു തലവേദനയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 90-ാം ജന്മദിനത്തിൽ ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ ദലൈലാമയ്ക്ക് വലിയ രീതിയിലുള്ള ആശംസാ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരും അപ്പോൾ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇല്ലെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആശംസകൾ നേർന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരുപക്ഷെ ദലൈലാമയ്ക്ക് ആശംസ നേരാത്ത ഒരു രാജ്യം ചൈനയാണ്. കാരണം ചൈന കാണുന്നത് ഇപ്പോഴും വിഘടനവാദിയായിട്ടാണ്. 59-ൽ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് രാഷ്ട്രീയാഭയം തേടി ശത്രുക്കളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ചൈന കാണുന്നത്. എന്തായാലും നമുക്ക് ഈ ധരംശാല അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു ലേശം ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. Foundation for my full enlightenment, Buddhahood, with these two principles, bodhicitta and the view of emptiness. So, വീണ്ടും ധരംശാലയിൽ ദലൈലാമ അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷങ്ങൾ ധരംശാലയിൽ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നമ്മുടെ വാർത്താ സംഘം ബൽറാം നെടുങ്ങാടി നേതൃത്വത്തിൽ അവിടെ ഉണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. പി ജെയിംസ് വീണ്ടും തുടരുന്നു. പറയൂ പി. ഈ ദലൈലാമയെ അഭിമുഖം നടത്താനായിട്ട് എനിക്കൊരു അപൂർവ ഭാഗ്യം ലഭിച്ചിരുന്നു. അത് ദൂരദർശന് വേണ്ടി 2012-ലായിരുന്നു. അത് ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അത് ദൂരദർശൻകാർ തലേദിവസം രാത്രി 12 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. ഭാഗ്യം നമ്മൾ പറഞ്ഞു പറ്റൂ. ദലൈലാമയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അത് നമ്മുടെ താജ് വിവാന്തയിലാണ് അന്ന് താമസിച്ചിരുന്നത്, നമ്മുടെ വഴുതക്കാട്. BPMസിന് എത്രാമത്തെ വയസ്സിലായി സംഭവം? അത് 12-ലല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്താണ്. അല്ല, ഇപ്പോഴും ചെറുപ്പമാണല്ലോ, ആണ്. മുടി കുറച്ച് കുറഞ്ഞെന്നല്ലേ. അപ്പോ ഇതില് ഈ ദലൈലാമയെ അന്ന് ഈ അരമണിക്കൂറാണ് സമയം മുഴുവൻ. ഈ ചൈനയുടെ ഭീഷണി ഉള്ളതുകൊണ്ട് എവിടെ പോകുമ്പോഴും സെറ്റ് കാറ്റഗറി ഇതുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇവരുടെ അനുയായികളൊക്കെ വന്ന് നിലത്ത് അറിയാലോ, അവരാരും നേരെ നോക്കില്ല. അവരുടെ ദൈവമാണ് ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധൻ്റെ പുനരവതാരമായിട്ട് കരുതുന്ന ദലൈലാമയുടെ മുമ്പിൽ അവരൊന്നും ഇതില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ആരംഭിച്ച് ആദ്യം വളരെ സൗമ്യമായും ചിരിച്ചും, ഒരിക്കൽ പോലും അദ്ദേഹം ദുഃഖിതനായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ പോകുന്ന സമയത്താണ് അവസാനം കൈകൊണ്ട് കാണിച്ച് 5 മിനിറ്റ് കൂടെ ഉള്ളൂ എന്ന് ദൂരദർശൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ. അപ്പോൾ ഒരുപാട് ഈ ടിബറ്റിലെ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ വരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ഓൺ ടിബറ്റൻ യങ്സ്റ്റേഴ്സ്? അപ്പോൾ ദലൈലാമ പറഞ്ഞു, ദേ ആർ ഡെഡിക്കേറ്റഡ്, എന്തൂസിയാസ്റ്റിക്, വൈബ്രൻ്റ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര മിടുക്കരാണ് എന്ന് പറഞ്ഞിങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ദെൻ വൈ ആർ ദ ഹൺഡ്രഡ്സ് ഓഫ് യങ്സ്റ്റേഴ്സ് കമ്മിറ്റിംഗ് സൂയിസൈഡ്? എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് ഇത്രയും പേര്? ഉടനെ തന്നെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വികാരഭരിതനായി. അപ്പം ഞാൻ പിന്നെ കണ്ണുനീര് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നോ വി ആർ സഫറിങ്. എന്നിട്ട് പുള്ളി പറഞ്ഞത്, ചൈനയിലെ ഈ സൈന്യം ഉപദ്രവിക്കുന്നതിൻ്റെ പേരിലാണ് 100 കണക്കിന് ടിബറ്റൻ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞാനത് മറച്ചു വെച്ചത്, ഞാൻ ഇപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഇത് എനിക്ക് പറഞ്ഞു പോകേണ്ടി വന്നു. എന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും വിങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് പിന്നീട് ഞാൻ കേരള കൗമുദിയിലൊരു സൺഡേ സപ്ലിമെൻ്റിൽ എഴുതിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ പൊക്രാനിൽ 1974 ഇന്ത്യ ആദ്യത്തെ അണുസ്ഫോടനം നടത്തിയപ്പോൾ അതിന് കൊടുത്തത് ബുദ്ധ സ്മൈൽസ് എന്നാണ്. അപ്പോൾ ബുദ്ധൻ്റെ പുനരവതാരം കരയുന്നു. അപ്പോൾ ഞാൻ ബുദ്ധൻ കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തത്. എന്തായാലും അദ്ദേഹം ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പരസ്യമായിട്ട് കരഞ്ഞിട്ടില്ല എന്ന് അടുത്തുള്ള അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്ന അഭിമുഖങ്ങളിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതൊരു വലിയ നിമിഷമായിരുന്നു. അത് കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളം 100% ലിറ്ററസിയുള്ള സ്ഥലമാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം എന്നുള്ളതിനെ ഏറെ ആകർഷിച്ചതാണ്. പ്രത്യേകിച്ച് വർക്കലയിലൊക്കെ പോയി ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു, ഒരു അരമണിക്കൂറിനുള്ളിൽ പറയാവുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ചൈനയെക്കുറിച്ച് അതിശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. ചൈന ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ടിബറ്റൻ സംസ്കാരത്തെ തകർക്കുകയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ദൂരദർശൻ ആദ്യം ഇത് സംപ്രേഷണം ചെയ്യുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ അനുമതി ലഭിച്ചാണ് ഇത് സംപ്രേഷണം ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഈ ദലൈലാമ ഒരുപക്ഷെ ഈ ഓർക്കുന്നുണ്ടാവും, 2 വയസ്സിൽ ആണ് അദ്ദേഹത്തെ 1935 ദലൈ
ലാമയായിട്ട് കണ്ടെത്തിയത്. അതിന് വളരെ കൗതുകരമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. 24-ാം വയസ്സിൽ പട്ടാള വേഷത്തിലാണ് ചൈനീസ് പട്ടാളത്തിന്റെ കണ്ണ് വെട്ടിച്ച് കുതിരപ്പുറത്ത് ഇന്ത്യയിലേക്ക് എത്തിയത്. അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 90-ാം വയസ്സ് ആഘോഷിക്കുകയാണ് SKN.